ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ന്യൂഡൽഹിയിലെ വസതിയിൽ സുരക്ഷാകാര്യ കേന്ദ്ര മന്ത്രിസഭാ സമിതി യോഗം ചേരുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കുന്നു. ജമ്മുകാശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. മരിച്ചവരുടെ ബന്ധുക്കളുടെ ദുഃഖത്തിൽ രാജ്യം ഒന്നാകെ പങ്കുചേരുന്നെന്നും അദ്ദേഹം പറഞ്ഞു. ശ്രീനഗറിലെ പോലീസ് കൺട്രോൾ റൂമിൽ എത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ജീവൻ നഷ്ടപ്പെട്ടവർക്ക് അന്ത്യോപചാരം അർപ്പിച്ചു. 3 ഭീകരരുടെ രേഖാചിത്രം സുരക്ഷാസേന പുറത്തുവിട്ടു. സംഭവത്തിൽ ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടമായ എറണാകുളം സ്വദേശി എൻ രാമചന്ദ്രന്റെ മൃതദേഹം കൊച്ചിയിലെത്തിച്ചു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ച മൃതദേഹത്തിൽ സംസ്ഥാന സർക്കാരിന് മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി പി പ്രസാദ് പുഷ്പചക്രം സമർപ്പിച്ചു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, ഹൈബി ഈഡൻ എം.പി. തുടങ്ങിയവർ അന്ത്യോപചാരം അർപ്പിച്ചു. കുടുംബത്തോടൊപ്പം വിനോദയാത്രയ്ക്കാണ് അദ്ദേഹം ഇന്നലെ ബൈസരൺ വാലിയിലെത്തിയത്. സംസ്കാര ചടങ്ങുകൾ വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് ഇടപ്പള്ളി പൊതുശ്മശാനത്തിൽ നടക്കും. പഹൽഗാം ഭീകരാക്രമണത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ച് ജമ്മുകശ്മീർ സർക്കാർ. ഗുരുതരമായി പരിക്കേറ്റവർക്ക് 2 ലക്ഷം രൂപ വീതവും ചെറിയ പരിക്കുകളുള്ളവർക്ക് 1 ലക്ഷം രൂപയും ധനസഹായം നൽകും. ജമ്മുകാശ്മീരിൽ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള നാളെ സർവകക്ഷി യോഗവും വിളിച്ചു ചേർത്തിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ബീഹാർ സന്ദർശിക്കും. ദേശീയ പഞ്ചായത്ത് രാജ് ദിനത്തോടനുബന്ധിച്ച് മധുബനിയിൽ ഗ്രാമസഭകളെ ശ്രീ മോദി അഭിസംബോധന ചെയ്യും. ബിദേശർസ്ഥാനിൽ നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി 13,500 കോടി രൂപയുടെ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾ നാടിന് സമർപ്പിക്കും. പഹൽഗാം ഭീകരാക്രമണത്തിൽ 26 പേർ കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിൽ നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തർപ്രദേശിൽ നടക്കാനിരുന്ന പരിപാടിയിൽ പങ്കെടുക്കില്ല. ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പരിപാടി റദ്ദാക്കിയതായി പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രസ്താവനയിൽ അറിയിച്ചു. മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ എ ജയതിലകിനെ സംസ്ഥാനത്തിന്റെ 50ാമത് ചീഫ് സെക്രട്ടറിയായി നിയമിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. 1991 ബാച്ച് ഉദ്യോഗസ്ഥനായ അദ്ദേഹം നിലവിൽ ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ്. ശാരദ മുരളീധരൻ ചീഫ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വിരമിക്കുന്ന ഒഴിവിലാണ് നിയമനം. കേരള സിലബസ് സ്കൂളുകളിലെ 1 മുതൽ 9 വരെ ക്ലാസുകളിലേക്കുള്ള പരിഷ്കരിച്ച പാഠപുസ്തകങ്ങളുടെ വിതരണത്തിന് സംസ്ഥാനത്ത് തുടക്കമായി. വിതരണോദ്ഘാടനം തിരുവനന്തപുരം കോട്ടൺ ഹിൽ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു. കോട്ടയം തിരുവാതുക്കൽ വ്യവസായിയെയും ഭാര്യയെയും കൊലപ്പെടുത്തിയ കേസിൽ പ്രതി അസം സ്വദേശി അമിത് ഒറങ്ങുമായി സംഭവസ്ഥലത്ത് പോലീസ് തെളിവെടുപ്പ് നടത്തി. പ്രതി ഉപേക്ഷിച്ച CCTV ഹാർഡ് ഡിസ്ക് സമീപത്തെ തോട്ടിൽ നിന്നും പോലീസ് കണ്ടെത്തി. CPIM സംസ്ഥാന കമ്മിറ്റി ഓഫീസിനായി നിർമ്മിച്ച പുതിയ AKG സെന്റർ പാർട്ടിയുടെ മുതിർന്ന നേതാവും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരത്ത് നിലവിൽ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് പ്രവർത്തിക്കുന്ന AKG സ്മാരക പഠന ഗവേഷണ കേന്ദ്രത്തിനു സമീപം ഡോക്ടർ NS വാര്യർ റോഡിലാണ് പുതിയ മന്ദിരം. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം കാസ സാന്ത മാർത്തയിൽ നിന്നും പൊതുദർശനത്തിനായി സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെത്തിച്ചു. ശനിയാഴ്ച വരെയാണ് ഇവിടെ പൊതുദർശനത്തിന് ക്രമീകരണം ഒരുക്കിയിരിക്കുന്നത്. ശനിയാഴ്ച ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30 സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുക. കേരളത്തെ പ്രതിനിധീകരിച്ച മന്ത്രി റോഷി അഗസ്റ്റിനായിരിക്കും ചടങ്ങിൽ പങ്കെടുക്കുക. അറ്റകുറ്റപ്പണികൾക്കായി പമ്പ ജലസേചന പദ്ധതിയുടെ ഭാഗമായുള്ള മണിയാർ ബാരേജിന്റെ സ്പിൽവേ ഷട്ടറുകൾ നാളെ തുറക്കും. നാളെ രാവിലെ 6 മുതൽ പ്രവൃത്തി തീരുന്നതുവരെ ഷട്ടർ പൂർണ്ണമായും തുറക്കുമെന്ന് അധികൃതർ അറിയിച്ചു. പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അതേസമയം ചൂട് കൂടുന്ന സാഹചര്യത്തിൽ തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയും നൽകി. ഓൺലൈൻ തട്ടിപ്പ് വഴി കോഴിക്കോട് സ്വദേശിയിൽ നിന്നും 65 ലക്ഷം തട്ടിയ കേസിൽ പണമിടപാടുകാരൻ അറസ്റ്റിൽ. ഓൺലൈൻ ട്രേഡിംഗ് വഴി ലാഭമുണ്ടാക്കാമെന്ന് വിശ്വസിപ്പിച്ച് തട്ടിപ്പ് നടത്തിയ വിമൽ പ്രതാപ് റായ് റാഡിയ എന്ന ആളെയാണ് കോഴിക്കോട് സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ജമ്മുകാശ്മീരിലെ കുൽഗാം ജില്ലയിൽ സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ. ഭീകരരുടെ സാന്നിധ്യം ഉണ്ടെന്ന വിവരത്തെ തുടർന്ന് സുരക്ഷാ സേന നടത്തിയ തിരച്ചിലിനിടെ ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു. ഏറ്റുമുട്ടൽ തുടരുകയാണ്. പഹൽഗാമിലെ ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനുമായുള്ള പഞ്ചാബ് അതിർത്തി അടച്ച് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. സംസ്ഥാനത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.